ആദർശമുണ്ടെങ്കിൽ പറ. എന്തിനാ കുറ്റ്യാടിയിൽ വഹാബി വന്നത്? എന്തിനാ കുറ്റ്യാടിയിലെ മെയിനാള് വഹാബി ആയത്? രണ്ടും മറുപടി പറയാം. ഞങ്ങളെ ചോദ്യത്തിന് മറുപടി പറ. ഇല്ലെങ്കിൽ തൗബ ചെയ്യും, തൗബ ചെയ്യും, പൂർണ്ണമായ തൗബ. തൽക്കാലം ഒരു സ്വീകരണ സ്ഥലം തൗബ മീറ്റിംഗ് ആയി മാറ്റുക. പണ്ട് സക്കരിയ സലായി പറഞ്ഞ പോലെ ഒരാളിങ്ങനെ ചൊല്ലിക്കൊടുക്കുക, ഞങ്ങള് ഇതുവരെ പറഞ്ഞ എല്ലാം മാറ്റിയിരിക്കുന്നു, പറഞ്ഞേക്ക്. അതാ നടക്കുള്ളൂ. ഇനി അതിലും ചതി പാടില്ല. അനസ് തൗബ ചെയ്തപ്പോൾ സക്കരിയ സലായി പറഞ്ഞു തൗബയിലും ചതിയായിരുന്നു. അത് പറ്റില്ല. തൗബ ചെയ്യ്. അതിലൊരു മാതൃകയാണ് ഇപ്പം ഇന്നലെ റഹ്മത്തുള്ള ഖാസിമി. അദ്ദേഹം മിനിയാന്നൊരാശയം പറഞ്ഞിരുന്നു ബുഖാരി ഇമാമുമായി ബന്ധപ്പെട്ട്. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, പിഴവ് സംഭവിച്ചതാണ്, തിരുത്തുന്നു. ആ മാതൃകയെങ്കിലും ഒന്ന് സ്വീകരിച്ച് തിരുത്തൂ. പേരോടെ കേട്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കളിപ്പിച്ചു കൊടുക്ക്. തുടങ്ങിയിട്ട് 26 കൊല്ലായി രാവും പകലും പ്രസംഗിക്കാൻ. ഇന്ന് തന്നെ ഇനിയും പ്രസംഗമുണ്ട്. ഇന്ന് തന്നെ ഇനിയും ഇന്നലെ ഉണ്ട്. ഈ പ്രസംഗമില്ലാത്ത ദിവസമല്ല. 10,000കണക്കിന് പ്രസംഗങ്ങൾ. അപ്പോൾ ചില സ്ഖലിതങ്ങൾ വരും, പിന്നെ ഞാൻ തിരുത്തും, മാപ്പ് പറയും. ഞാൻ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് തെറ്റുപറ്റിക്കൂടെ, സിദ്ദീഖുൽ അക്ബറിന് തെറ്റുപറ്റിക്കൂടെ, ഉമർ ബിൻ ഖത്താബിന് തെറ്റുപറ്റിക്കൂടെ, ശംസുലമക്ക് തെറ്റുപറ്റിക്കൂടെ എന്ന് പറഞ്ഞ വാക്കുകൾ, മലക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് തെറ്റുപറ്റിക്കൂടെ എന്ന് പറഞ്ഞ വാക്കുകൾ, ഈ പറഞ്ഞ വാക്കുകൾ ആരെ പറ്റി പറഞ്ഞിട്ടെങ്കിലും അത് അദബുകേടാണ്, എന്നിൽ നിന്ന് വന്നു പോയതാണ്. ഞാൻ അല്ലാഹു ജല്ല ജലാലായ സുബ്ഹാനോട് രാത്രി ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് യാസീനോട് മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്. അതേ സമയത്ത് സ്ഖലിതമാണ്, തെറ്റാണ്, അബദ്ധമാണ്. 100% ഞാൻ അത് പിൻവലിച്ചിരിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വന്ന 100% അബദ്ധമാണ്. അത് പ്രഭാഷണത്തിന് മധ്യേ വന്ന സ്ഖലിതമാണ്. അതേ സമയത്ത് സുന്നിയല്ല എന്ന് പറയരുത്. ഒരു മാതൃകയാക്കി കാളി മൂപ്പരെ. പക്ഷെ മൂപ്പർക്ക് ഒന്ന് തിരുത്തിയാൽ മതിയാവും. നിങ്ങൾ തിരുത്തൽ സമ്മേളന പരമ്പര നടത്തേണ്ടി വരും. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളെ മൊയിലേറെ കൂട്ടത്തിൽ മൂപ്പരെ കൂട്ടണ്ട. പറഞ്ഞ് തെറ്റുണ്ടെങ്കിൽ തിരുത്താന്നുള്ളൊരു മാന്യതല്ലേ. അതുകൊണ്ടെന്തോ കുറഞ്ഞു പോകുന്നില്ല. ഞങ്ങളങ്ങനെയല്ലേ ചെയ്യാം, മശായിഖുള്ളവരൊക്കെ അങ്ങനെയല്ലേ ചെയ്യാം. നമ്മൾ പ്രസംഗത്തിലൊരു അബദ്ധം പറഞ്ഞു പോയി, തിരുത്താൻ പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് തിരുത്തിയിട്ടേ തുടങ്ങൂ. ഇതങ്ങനല്ല. ഞങ്ങൾക്കെവിടെയും പഠിച്ചിട്ടില്ല, ഞങ്ങൾ തിരുത്തുകയില്ല. അല്ലെ ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയ ഔ ദുന്യവിയ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനിരിക്കാവരൊക്കെ? എന്തിനാ പിന്നെ മുശാവറ? സുലൈമാൻ ഉസ്താദിനെ ഒഴിവാക്കിയേക്ക്, മൂപ്പരയിലൊന്നും കൂട്ടണ്ട. പിന്നെ അപ്പൊ ജിഫിരി തങ്ങൾ പാപ്പാന്റെ ആളുകളോടും പറയാനുള്ളത് എന്താ അറിയോ? ഈ ടീമിനെ വിശ്വസിച്ച് കൂട്ടണ്ട കേട്ടോ. ഇവര് അപകടകാരികളാണ്. യാത്ര തുടങ്ങുന്നതിന് നിങ്ങളോട് പറഞ്ഞു നമ്മൾ അങ്ങോട്ടും പറയണ്ട ഇങ്ങോട്ടും പറയണ്ട. നിങ്ങളെ യാത്ര കഴിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞു കുത്തി. വഞ്ചകരാണവർ. നിങ്ങളോട് അവർ പറയുന്ന കാര്യങ്ങൾ ഇരട്ടി അവർ ചെയ്യുന്നവരും ബാധിച്ചവരുമാണ്. അവരേതായാലും സമസ്തയല്ല എന്ന് ലോകർക്കറിയാം. അല്ലെങ്കിലും സമസ്തയുടെ നയം എന്താ? മൻ വഖറ സാഹിബ ബിദ്അ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം. ഒരു വഹാബിയെ പരിഗണിച്ചാൽ, ഒരു വഹാബിയെ ആദരിച്ചാൽ ഇസ്ലാമിനെ പൊളിച്ചു എന്നതല്ലേ സമസ്തയുടെ ആശയം. ആ ആശയം ഇന്ന് നമ്മൾ ഉറക്കെ പറയുകയാണ്. അതാണ് ഹബീബായ ത്വഹ റസൂലുള്ളാഹ് സ്വഹാബികൾ പഠിപ്പിച്ച ആശയം. അതാണ് ശംസുൽ ഉലമായി പഠിപ്പിച്ച ആശയം. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, അതൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അമ്പിയ ഔലിയാക്കന്മാരുടെ ഒരു കബൂലിയത്ത് നമുക്ക് കിട്ടും. ആ കബൂലിയത്താണ് നമ്മളെ വിജയം. പറഞ്ഞില്ലേ, ഫിൽ അർദ്, അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ ഭൂമിയിൽ കബൂല് കിട്ടും, സ്വീകാര്യത കിട്ടും. ഭൂമിയിൽ സ്വീകാര്യത നാളെ ആള് സിന്ദാബാദ് വിളിക്കലല്ല, മറിച്ച് എന്താണ്? കബൂലിയത്തുള്ളവരുടെ കബൂല് കിട്ടും. അല്ലാഹുവിൽ നിന്ന് കബൂലിയത്തുള്ളവർ, അത് അമ്പിയ ഔലിയാക്കന്മാർ, അവര് പറയും കബൂൽ, അത് കിട്ടണം. അപ്പൊ അല്ലാതെ എത്ര ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, ഏതെല്ലാം ആൾക്കൂട്ടം ഇവിടെ കൂടിയിട്ടുണ്ട്. മശായിഖിനെതിരിൽ വന്ന ആളുകൾ ആരൊക്കെയുണ്ട്? ഓലെക്കുറിച്ച് വല്ല വർത്താനമുണ്ടോ? ഓലെക്കുറിച്ച് ലോകം സ്മരിക്കുന്നുണ്ടോ? അതുകൊണ്ട് ശംസുൽ ഉലമ പറഞ്ഞിടത്ത് നോളി,
അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട. ബലെന്തോ സുന്നി ഉണ്ട് നിങ്ങൾ വിചാരിക്കും വേണ്ട. ശംസുലനം അന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇവർ സുന്നിയല്ല. ഇനി അവർ സുന്നിയാവുമെന്ന് കരുതിയിട്ട് വെറുതെ പോയാൽ ഉള്ള മാനം കൂടി പോയി പോവും. അതാണ് ഉണ്ടാകുക.